തലയ്ക്കുമീതെ വെള്ളം വന്നാൽ അതുക്കുമീതെ തോണി വെക്കണം. ചുറ്റും വെള്ളം പൊങ്ങുന്നു എന്ന് കണ്ടാൽ നീന്തൽ വശമില്ല എന്നറിയാവുന്ന നീ പകച്ചു പേടിച്ച് അലമുറയിടരുത്. ആ വെള്ളപ്പാച്ചിലിൽ അവിടവിടെ പൊങ്ങിക്കിടക്കുന്ന മരക്കഷ്ണങ്ങളിൽ പിടിച്ചു കയറി വെള്ളത്തിലങ്ങ് പൊങ്ങിക്കിടക്കണം. എന്നിട്ട് ഓളത്തിനൊപ്പം ഒഴുകുന്ന ശിഖരങ്ങൾ കാട്ടുവള്ളികളിൽ ചേർത്ത് വെച്ച് കെട്ടി ഒരു ചങ്ങാടമുണ്ടാക്കണം. കര പറ്റിക്കഴിയുമ്പോൾ ഉണ്ടാക്കുന്ന ആ സന്തോഷമായിരിക്കണം തുഴഞ്ഞു നീങ്ങുമ്പോൾ നിന്റെ മനസ്സിൽ. തീരമെത്തിക്കഴിയുമ്പോൾ മറ്റാർക്കെങ്കിലും ഉപകരിക്കാനായി ആ ചങ്ങാടം വെള്ളത്തിലേക്ക് തള്ളിവിടണം. മുങ്ങിപ്പോകുമായിരുന്ന ആരെങ്കിലുമൊക്കെ ആ ചങ്ങാടം കയറി തീരമെത്തുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സ്വാർത്ഥതയില്ലാത്തൊരാനന്ദമുണ്ട്. അതായിരിക്കണം എന്നും നിന്നെ നയിക്കേണ്ടത്. ഇതിലേറെ ഒരമ്മയ്ക്ക് എന്ത് വചനമാണ് ഒരു മകനായി നൽകാൻ കഴിയുക? കാലച്ചുഴി നീന്തി കടക്കാൻ ഒരു മകന് പ്രചോദനമായ ഒരമ്മയുടെ ഊർജ്ജരേണുക്കൾ മലയോര കുഗ്രാമത്തിൽ നിന്ന് പാരീസ് നഗരത്തിൻ്റെ മാസ്മരിക ഭൂമിയിലേക്ക് എത്തിച്ചേർന്ന ബാബു എബ്രഹാം ഹൃദയം കൊണ്ടെഴുതിയ ഓർമ്മ പുസ്തകം. തൻ്റെ പിൻഗാമികൾക്കായി തള്ളിവിട്ട ഓർമ്മകളുടെ ചങ്ങാടം. അതാണ് ഗ്രീൻ ബുക്സ് പുറത്തിറക്കിയ കമ്പിളിക്കണ്ടത്തെ കൽബര.